സാംസ് 36 സ്തോത്രം. എങ്ങനെയാ വായിക്കുന്നത്? യഹോവയിൽ ആനന്ദിക്കുക, അപ്പോൾ അവിടുന്ന് ഹൃദയത്തിലെ രഹസ്യങ്ങളും ഹൃദയത്തിലെ ആഗ്രഹം രഹസ്യമായ അപേക്ഷകളും നിങ്ങൾക്ക് നൽകും. ഹാലലു. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാം. നമ്മുടെ സാധാരണ നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ആ, രണ്ടു വാക്യങ്ങളെ കൊടുത്തിരിക്കുന്നത്, മൂന്നാമത്തെ നാലാമത്തെ വാക്യങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ശരിക്കും അത് ശരിക്കുള്ള മൂലഭാഷയിൽ വേദപുസ്തകത്തിൽ അത് അങ്ങനെയല്ല. ആ ഓക്കെ, 37 ഓക്കെ, 37 മൂന്നും നാലുമാണ് സാധാരണ നമ്മുടെ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള അത് വാക്യം അങ്ങനെയല്ല. യഹോവയിൽ ആനന്ദിക്കുക, അപ്പോൾ അവിടുന്ന് ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും. ശരിക്കും അതിന്റെ മറ്റൊരു വേർഷൻ വായിക്കുമ്പോൾ, ആംബിൾഫൈഡ് വേർഷൻ വായിക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: Delight yourself also in the Lord, and He will give you the desires and secret petitions of your heart. സ്തോത്രം. അതായത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ രഹസ്യമായ റിക്വസ്റ്റുകൾ ദൈവം നിവർത്തിക്കുന്നതാണ് വേറൊരു വേർഷനിൽ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയായാലും അതിങ്ങനെയാണ് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നത് ദൈവം. സ്തോത്രം. ഇതെങ്ങനെയാണ് സാധിപ്പിക്കുന്നത്? യഹോവ രസിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. നമുക്ക് പലർക്കും ഈ ആഗ്രഹങ്ങൾ നമ്മൾ നേരത്തെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാകാം, കിട്ടിയവരുണ്ടാകാം, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം, പറയാത്തവരുണ്ടാകാം. സ്തോത്രം. എങ്കിലും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന നല്ല ആഗ്രഹങ്ങൾ സാധിക്കുന്നത് ദൈവത്തെ രസിക്കുമ്പോഴാണെന്ന് വചനം പറയും. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ശരിക്കും വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് ഈ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ആ സാധിപ്പിച്ച് കിട്ടുക, അതോടൊപ്പം തന്നെ സാധിപ്പിച്ച ശേഷം അതെങ്ങനെയാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ഹല്ലേലൂയ ഇടയാകട്ടെ. നമുക്ക് ആദ്യം വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ രസിക്കുന്നത് ഏതിലാണെന്ന് ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഉരുവായി വരുന്നതും അവ നിവർത്തിക്കപ്പെടുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ദൈവത്തെ രസിക്കാൻ തുടങ്ങുമ്പോഴാണ്, ദൈവം രസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും കർത്താവിനെ ആശ്രയിക്കുക, അത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മനുഷ്യ നിലയ്ക്ക് പലപ്പോഴും നമ്മൾ സന്തോഷിക്കാറുള്ളത്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പ്രയോറിറ്റി ദൈവമല്ല, നമ്മളെ പലപ്പോഴും സന്തോഷിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളുമാണ്. മനുഷ്യന്റെ കണ്ണിന് ഇമ്പമുള്ള കാര്യങ്ങൾ, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, അത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. പക്ഷെ വചനം പറയുന്നത് അങ്ങനെയല്ല. നിന്റെ ദൈവമായ യഹോവ രസിക്കാനാ വചനം പറയുന്നത്. അങ്ങനെ രസിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് കിട്ടുന്നത്. പലപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഉണ്ടെങ്കിൽ തന്നെ അത് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചെങ്കിൽ തന്നെ ഇപ്പോഴും അതിൽ ഏതെങ്കിലും ഏരിയ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. നമുക്കൊരു കാര്യം നോക്കുമ്പോൾ, അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാം ഹൃദയത്തിലെ ആഗ്രഹം വളരെ ശക്തമായ ആഗ്രഹമായിരുന്നു കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് അബ്രഹാം പിന്നെയും കടന്നുപോയ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ചില ഹല്ലേലൂയ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ യോസഫിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, യോസഫിന്റെ പ്രോമിസിന് വേണ്ടി യോസഫ് ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. യോസഫിന്റെ ദൈവം കാണിച്ചു. പക്ഷെ യോസഫ് പ്രോമിസിലേക്ക് എത്താൻ വേണ്ടി കുറെ സ്ട്രഗിൾ ചെയ്തു. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് നോക്കുമ്പോൾ, പത്രോസ് എന്താണ് പ്രോമിസ് പത്രോസിന് അറിയത്തില്ല. മൂന്ന് വ്യക്തികളെ ഞങ്ങൾ കാണുന്നുണ്ട്: പത്രോസ്, യോസഫ്, അബ്രഹാം. ഹല്ലേലൂയ. ഇവരെല്ലാം അബ്രഹാം ആഗ്രഹിച്ച കാര്യം ലഭിച്ചുവെങ്കിലും പിന്നീട് ആഗ്രഹിച്ച കാര്യത്തെ പറഞ്ഞു വരുന്ന അബ്രഹാമിനെ പറ്റി, കുഞ്ഞിനെ കുറിച്ച് അഗ്രഹിച്ച കാര്യം ലഭിച്ചു കഴിഞ്ഞുവെങ്കിലും പിന്നീട് ആ കുഞ്ഞിനെ ഓർത്ത് ആ കുഞ്ഞ് തന്റെ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. ദൈവത്തെ രസിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതും കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മറ്റനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും നമ്മൾ ദൈവത്തെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് തന്നെ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് നമുക്ക് ദൈവം തരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളുണ്ടോ? നിങ്ങൾ ദൈവത്തെ രസിച്ചു കൊള്ളുക, നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക, അത് ദൈവം ഉറപ്പിച്ചു തരും. ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനുവേണ്ടി ജോസഫ് കടന്നുപോയ, വില കൊടുത്ത ചില അനുഭവങ്ങളുണ്ട്. 13 വർഷത്തോളം കടന്നുപോയി. അപ്പോഴും ജോസഫ് കർത്താവ് രസിച്ചുകൊണ്ടേയിരുന്നു, ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു. ആ ജീവിതത്തിൽ സംഭവിച്ചു. പത്രോസ് അപ്പോസ്തലനെ എടുക്കുകയാണെങ്കിൽ, പത്രോസ് അപ്പോസ്തലൻ അറിയത്തുപോലുമില്ല എന്താണ് തന്റെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം അറിയത്തുപോലുമില്ല. പക്ഷെ അപ്പോഴും ചില ചഞ്ചലമൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം ദൈവത്തെ കൈവിട്ടില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ നല്ല ആഗ്രഹങ്ങൾ
ദൈവത്തോട് കൺവേ ചെയ്യട്ടെ. അതിനുവേണ്ടി ചെറിയ വലിയൊരു ജേണിയുണ്ട് നമ്മുടെ മുമ്പിൽ. സ്തോത്രം. ആ ജേണിയിൽ പലപ്പോഴും ഹാലലൂയ പല പ്രതികൂലങ്ങളും യോസേഫിന് വന്നതുപോലെ, അല്ലെങ്കിൽ അബ്രഹാം അനുഭവിച്ചതുപോലെ, അല്ലെങ്കിൽ പത്രോസപ്പ് അനുഭവിച്ച പോലെ ചില പ്രതികൂലങ്ങൾ വന്ന് നമ്മളെ തകർക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും ദൈവത്തെ രസിച്ച് കഴിയുമ്പോൾ, ദൈവത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ ആ പ്രതികൂലങ്ങൾ മാറി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും. നമ്മുടെ ചില ആഗ്രഹ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലതിനെ നമ്മൾ ഒത്തിരി സ്നേഹിച്ചതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നില്ല. അബ്രഹാം ഹാലലൂയ ആ തന്റെ കുഞ്ഞിനെ ഒത്തിരി സ്നേഹിച്ചു. ദൈവം അത് ഹൃദയത്തിൽ ആഗ്രഹം കൈകൾ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അബ്രഹാമിന് നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത ഹൃദയത്തിൽ വന്നു കയറി. പക്ഷെ അപ്പോഴും അബ്രഹാമിന്റെ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം കളഞ്ഞതുമില്ല. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ദൈവം അബ്രഹാം മാറ്റിയതുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവന് ഹൃദയത്തിലെ ആഗ്രഹം അങ്ങനെ തന്നെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് പറയുക. ഹാലലൂയ. കിട്ടിയവർ അതിനെ സൂക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ തന്നെ ദൈവത്തെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹാലലൂയ. അതിലേക്ക് യാത്ര ചെയ്യുന്നവർ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിനെ അധികമായി ട്രസ്റ്റ് ചെയ്യാൻ ശീലിക്കുക. ഹാലലൂയ. അങ്ങനെയുള്ളപ്പോഴാണ് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സാധിച്ചു കിട്ടുന്നത്. ഈ ദിവസങ്ങളിൽ ഹാലലൂയ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അത് സാധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ദൈവത്തിൽ ആനന്ദിക്കുക എന്നുള്ളതാണ്. ഹാലലൂയ. സ്തോത്രം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. വാക്കുകൾ നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ സമയമാണ്.